എല്ലാരും കൊടറുള്ളി നിൽക്ക് സെറ്റ്. 2026 ഞങ്ങളുടെ ആദ്യത്തെ വീക്കെൻഡ് ഔട്ടിംഗ് യുഎയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പീസ്ഫുൾ സീ ഫ്രണ്ട് ഡെസ്റ്റിനേഷനായ അംബർല ബീച്ചിലേക്കാണ്. 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഫുജേറയിലെത്തി ആദ്യം തന്നെ കുക്കർ മന്തി അടിച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി തുടങ്ങിയത്. അനസ്കി മഫ്രയാണ് ഇന്നത്തെ ഞങ്ങളുടെ ട്രാവൽ കമ്പാനിയൻ. ഈ ബീച്ചിലെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ സീനറി തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയല്ല മക്കളെ. ഒരു സൈഡിൽ മല, മറ്റേ സൈഡിൽ കടൽ, നടുവിൽ നല്ലൊരു പീസ്ഫുൾ ബീച്ച്. നല്ലൊരു മൂൺസൈറ്റുള്ള ഒരു ദിവസം തന്നെയാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. ആ ഒരു കാഴ്ച കണ്ട് തണുത്ത കാറ്റും കൊണ്ട് നിൽക്കാൻ വേറൊരു ഫീൽ തന്നെയായിരുന്നു. ഒരുപാട് ആംബിയൻ കഫേസും റെസ്റ്റോറൻറ്റ്സും കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്ലേ ഏരിയയും നല്ല ഫോട്ടോ സ്പോട്സും ഒക്കെയുള്ള ആൾത്തിരക്കും ബഹളവും ഇല്ലാത്ത സമാധാനമുള്ള ഒരു ഫാമിലി സ്പോട്ട്. ബീച്ചിലൂടെ ഇങ്ങനെ നടന്നാൽ ഇതുപോലെ കുറച്ച് നല്ല ഏരിയാസ് കിട്ടും. പിന്നെ ഒരു നൈറ്റ് മാർക്കറ്റ് വൈബിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഷോപ്സും LED ലൈറ്റ്സ് കൊണ്ടുള്ള ഒരു വാക്കിംഗ് ഫ്ലോറും കാണാം. അവിടെ നിന്ന് ഞങ്ങൾ ഒരു ചോക്ലേറ്റ് സ്ട്രോബെറി കപ്പ് മേടിച്ച് കഴിച്ചു. ഒരു സെൽഫി ഒക്കെ എടുത്ത് പിന്നെ നടന്ന് നല്ല ലൈറ്റിംഗ് ആംബിയൻസ് ഒക്കെ ആയി ഇങ്ങനെ പോകുമ്പോൾ അതാ അടുത്ത വെറൈറ്റി സ്പോട്ട്. ഇവിടെ നിന്ന് ജ്യൂസ് കുടിക്കണമെങ്കിൽ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കി കുടിക്കണം. അതായത് ഈ കാണുന്ന സൈക്കിളിൽ അവർ മിക്സ് സെറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ ഫ്രൂട്ട് വെച്ച് തരും. പിന്നെ നമ്മൾ തന്നെ അത് ചവിട്ടി ജ്യൂസ് ആക്കി എടുക്കണം. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ. കാലെത്തില്ലെങ്കിലും ജ്യൂസ് ഞാൻ എടുക്കുമെന്നവൻ. അവിടുന്ന് നേരെ ഫെസ്റ്റിവൽ സിറ്റി മോളിലേക്ക് ലെറ്റോ കഫേയിൽ ആലിയ ഭട്ട് റെക്കമെൻഡ് ചെയ്ത മിൽക്ക് കേക്കും ഒരു ടെറാമസും കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഡിന്നർ ഹാൻഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ PF ഷാങ്സിൽ കയറി സിസൈൻ ചിക്കൻ, കത്സു കറി, വോട്ട് ഷെയർഡ് ബീഫ്, പിന്നെ പ്രൈമറി ഐറ്റം ഡൈനമൈറ്റ് ഷ്രിംപ്സ്. കഴിഞ്ഞില്ലാട്ട ഒരു ഫുൾ സ്റ്റോപ്പ് വേണ്ടേ. ഇനി വൈറലാവാൻ പോകുന്ന ഒരു ഐറ്റമാണിത്. എല്ലാവരും നോക്കി വെച്ചോട്ടാ. മിഗ്നോളിയ ബേക്കറിയിലെ ബനാന പുഡിംഗ് ഒരു രക്ഷയില്ല. ആദ്യത്തെ സ്കൂപ്പിൽ തന്നെ അനസ്ക ഫ്ലാറ്റ്. അപ്പൊ ഇതുപോലെ കുട്ടി കുട്ടി സ്റ്റോറീസ് കാണാൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത സ്റ്റോറിയുമായി വരാം. ബൈ.